സുബ്ഹാനല്ലാഹ്. ധർമ്മം ചെയ്യുമ്പോൾ അതിനാൽ എത്രയോ നന്മകൾ ലഭിക്കുകയാണ്. അതിൽപ്പെട്ട ഒന്നാണ് വതസീദുൽ ബറകത ഫിൽ ഉമർ. ആയുസ് വർദ്ധിക്കും. ധർമ്മം ചെയ്യുന്നവന്റെ ആയുസ് വർദ്ധിക്കും. അതേപോലെ സുബ്ഹാനല്ലാഹ് ധാരാളം നന്മകൾ ലഭിക്കും. നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് അതേ സുഹൃത്തുക്കളെ, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ വന്നിട്ട് ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയും അവിടെ നിന്ന് വിവാഹത്തിന്റെ ഇടപാട് നടത്തി. രണ്ടാളും സന്തോഷത്തോടെ പിരിഞ്ഞു പോവുകയാണ്. മലക്കുൽ മൗത്ത് വന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഓ സുലൈമാൻ നബി, ആ രണ്ട് ചെറുപ്പക്കാരെ സന്തോഷം കണ്ട് നിങ്ങൾ പുളകം കൊള്ളണ്ട, നിങ്ങൾ അതിൽ സന്തോഷിക്കണ്ട. കാരണം ഫഖദ് ഉമിർതു അൻ അഖ്ദ റൂഹ ഹാദ ശാബി ബഅദ 5 അയ്യാം. 5 ദിവസം കഴിയുമ്പോൾ ഈ ചെറുപ്പക്കാരന്റെ റൂഹ് പിടിക്കാൻ പഠിച്ചവന്റെ ഓർഡറുണ്ട്. ആകെ 5 ദിവസത്തെ ആയുസ് മാത്രമേ ഈ വിവാഹ സുദിനത്തിനുള്ളൂ. ഓ ചെറുപ്പക്കാരെ, നമ്മൾക്കൊരു സന്തോഷം വരുമ്പോ പടച്ചവനെ മറക്കരുതേ. സുബ്ഹാനല്ലാഹ്. ഇത് ഈ സുലൈമാൻ നബി അലൈഹിസ്സലാം അതിനുശേഷം ആ ചെറുപ്പക്കാരനെ വീക്ഷിക്കാൻ തുടങ്ങി. 6ാമത്തെ ദിവസവും ചെറുപ്പക്കാരനൊന്നും സംഭവിച്ചില്ല. പിന്നെ 5 മാസം കഴിഞ്ഞു, ആ ചെറുപ്പക്കാരന് ഒന്നും സംഭവിച്ചില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ അത് വല്ലാതെ അത്ഭുതപ്പെടുത്തി. മലക്കുൽ മൗത്ത് വീണ്ടും ഒരിക്കൽ വന്നപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം വിഷയം തിരക്കി. 5 ദിവസം കൊണ്ട് മരിക്കുമെന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരൻ 5 മാസമായിട്ടും ജീവിച്ചിരിപ്പുണ്ടല്ലോ മലക്കേ. അദ്ദേഹം പറഞ്ഞു, ഇന്നി ഉമിർതു അൻ അഖ്ദ റൂഹഹു കമാ ദകർതു ലക. നിങ്ങളോട് ഞാൻ പറഞ്ഞതുപോലെ 5 ദിവസം കഴിയുമ്പോ റൂഹ് പിടിക്കാൻ പടച്ചവന്റെ ഓർഡർ ഉണ്ടായിരുന്നു. പക്ഷേ ഫലമ്മാ ഖറജ മിൻ ഇന്ദിക, കല്യാണം നടന്ന് അഥവാ നിക്കാഹ് നടന്ന് നിങ്ങളെ മുന്നിൽ വെച്ച് അദ്ദേഹം ഇറങ്ങിയപ്പോൾ ലഖയഹു സായിലുൻ, ആ ചെറുപ്പക്കാരനെ ഒരു യാചകൻ കണ്ടുമുട്ടി. അങ്ങനെ ആ യാചകനെ കണ്ടപ്പോൾ ഫദഫഅലഹു ദിർഹമൻ, ആ സന്തോഷം കഴിഞ്ഞ് പോകുന്ന ചെറുപ്പക്കാരൻ ആ യാചകന് ഒരു ദിർഹം കൊടുത്തു, ഒരു വെള്ളി നാണയം കൊടുത്തു. ഫദഅലഹു ബിൽ ബഖാ, അപ്പോൾ ആ പാവപ്പെട്ട യാചകൻ അദ്ദേഹത്തിന്റെ ദീർഘായുസ്സിന് വേണ്ടി അങ്ങ് ദുആ